ഇപ്പോൾ കരമന കളിയിക്കാവിള ദേശീയപാതയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. കരമന കളിയിക്കാവിള ദേശീയപാതയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനത്തിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി കെ സുധാകരൻ, റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ എന്നിവർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. സഹോദരി സഹോദരന്മാരെ, കരമന കളിയിക്കാവിള റോഡിന്റെ ഈ സെക്ടറിന്റെ എല്ലാ ഭാഗവും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു വിശദമായ പരാമർശം അതുമായി ബന്ധപ്പെട്ട് വേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് PWDയുടെ റിപ്പോർട്ടിൽ റോഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഇനി ഞാൻ കടക്കുന്നില്ല. കടന്നാൽ അതൊരു ആവർത്തനമാവും. എന്തുകൊണ്ട് ഇവിടെ ഈ പണി ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നല്ല നിലയിൽ ഇത്തരം പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിൽ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇത് സമയബന്ധിതമായി തീരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ റോഡ് നിർമ്മാണത്തിൽ നല്ല മികവ് പുലർത്തിയുള്ള റോഡുകളാവണം എന്ന് പൊതുവെ സർക്കാരും വകുപ്പും നിഷ്കർഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല മികവാർന്ന റോഡ് തന്നെ ഈ ഭാഗത്ത് നിർമ്മിക്കാൻ കഴിയും എന്നതാണ് കാണാനുള്ളത്. നമ്മുടെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും മുന്നോട്ട് പോകാത്ത അവസ്ഥയായിരുന്നു കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത്. 2016 LDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ കാസർഗോഡ് മുതൽ ഇവിടം വരെയുള്ള ദേശീയപാത അങ്ങേയറ്റം വിഷമകരമായൊരു പാതയായി കിടക്കുകയായിരുന്നു. യാത്ര ചെയ്യുന്നവർക്ക് മണിക്കൂറുകളോളം കെട്ടിക്കിടക്കേണ്ടി വരുന്ന അവസ്ഥ. നമ്മുടെ നാട്ടുകാരായവർക്ക്, ടൂറിസ്റ്റുകൾക്ക് മറ്റ് പല ആവശ്യങ്ങൾക്കായി നമ്മുടെ നാട് സന്ദർശിക്കാൻ വരുന്നവർക്ക്, നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകേണ്ടി വരുന്നവർക്ക് എല്ലാം
വലിയ പ്രയാസമായിരുന്നു ഇത് സൃഷ്ടിച്ചത്. എന്നാൽ നാടിൻ്റെ ഈ പൊതുവായ ആവശ്യം പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടിയൊന്നും ഉണ്ടായില്ല. നേരത്തെ നാഷണൽ ഹൈവേയുടെ വീതി 60 മീറ്റർ വേണം എന്തായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് നിഷ്കർഷിച്ചിരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനസാന്ദ്രതയൊക്കെ പരിഗണിച്ച് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി പൊതുവായി തീരുമാനിച്ചുകൊണ്ടൊരു അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ വെച്ചു. അത് 45 മീറ്ററാക്കി ചുരുക്കുകയും അതിന് അംഗീകാരം നൽകണമെന്നുമായിരുന്നു. അത് കേന്ദ്രം സമ്മതിച്ചു. പിന്നീട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരായിരുന്നു. ആ കാലത്ത് അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ നാടിൻ്റെ പൊതുവായ ചിന്ത ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, ദേശീയപാത വികസനം കേരളത്തിലുണ്ടാവില്ല എന്നതായിരുന്നു. നാം ഓർക്കേണ്ടത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായാലും രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളായാലും അവിടങ്ങളിലെല്ലാം വലിയ തോതിൽ 6 വരി പാതയും നല്ല റോഡുകളും എല്ലാം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം യാത്ര ആ റോഡിലൂടെ സുഗമമായി നടത്തുക മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടുകാരായവർ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ആ യാത്രയുടെ സൗകര്യവും പ്രത്യേകതയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി ഇതെല്ലാം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വല്ലാത്ത രോഷമുണ്ടായി. ഈ റോഡ് വികസിപ്പിക്കാൻ ചുമതലപ്പെട്ട സർക്കാരിൻ്റെ നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധമുണ്ടായി. അതിന് കക്ഷി വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതാണ് യഥാർത്ഥ വസ്തുത. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ LDF നാടിനു മുന്നിൽ ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചിരുന്നു. ആ പ്രകടന പത്രികയിൽ LDF കൃത്യമായി പറഞ്ഞു, ഈ പ്രശ്നം ദേശീയപാത വികസനം 45 മീറ്റർ വീതിയിൽ ദേശീയപാത വികസനം ഉറപ്പുവരുത്തും. ഗവൺമെന്റ് അധികാരത്തിലേറി കഴിഞ്ഞതിന് ശേഷം ആ കാര്യത്തിൽ ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പരിശോധിച്ചാൽ ഏറെക്കുറെ സ്ഥലമെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ദേശീയപാത വരില്ല എന്നാരും ചിന്തിക്കുന്നില്ല. ആ തരത്തിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായി. പണി തുടങ്ങുന്നത് കാസർഗോഡ് നിന്നാണ്. തലപ്പാടി മുതൽ ചെങ്കള വരെയും ചെങ്കള മുതൽ നീലേശ്വരം വരെയുമുള്ള ആ 2 സെക്ടറുകളിലാണ് ആദ്യം ടെൻഡർ നടപടി വരാൻ പോകുന്നത്. നേരത്തെ വരേണ്ടതായിരുന്നു. കേന്ദ്ര സർക്കാർ തലത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണമാണ് കുറച്ച് വൈകിയത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ ടെൻഡറിലേക്ക് പോവുകയാണ്. സമയബന്ധിതമായി നമുക്ക് നാഷണൽ ഹൈവേ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.
ഇത് നല്ല രീതിയിലുള്ള സുഗമമായ യാത്രക്ക് വഴിയൊരുക്കുന്ന ഒന്നാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രം എല്ലാമായി എന്ന് സർക്കാർ കരുതുന്നില്ല. അതിൻ്റെ ഭാഗമായാണ് മറ്റ് 2 ഹൈവേകൾ കൂടി വേണം എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് മലയോര ഹൈവേയും തീരദേശ ഹൈവേയും. ഈ 2 ഹൈവേകൾക്കും ആവശ്യമായി വരുന്നത് 10,000 കോടി രൂപയാണ്. ഈ പണം മുഴുവനായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടതാണ്. സംസ്ഥാന സർക്കാർ തന്നെ ആ പണം കണ്ടെത്തിയിട്ടുണ്ട്. സമയബന്ധിതമായി ആ ഹൈവേകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം മറ്റു റോഡുകൾ നല്ല രീതിയിൽ പ്രവൃത്തി പൂർത്തിയാക്കുകയാണ്. പ്രളയത്തിൻ്റെ ഭാഗമായി വലിയ നാശനഷ്ടമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അതിൻ്റെ ഭാഗമായി നശിച്ചുപോയ റോഡുകളെല്ലാം പുനർനിർമ്മിക്കാനുള്ള നല്ല ശ്രമമാണ്. നല്ല രീതിയിൽ റോഡുകൾ നിർമ്മിക്കാനുള്ള പ്രവൃത്തികളാണ് PWD ഏറ്റെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ കേരളത്തിലെ റോഡ് ഗതാഗതം നല്ല നിലക്ക് പൂർത്തിയാകും എന്നതാണ് നാം കാണേണ്ടത്. അത് ഇഴഞ്ഞു പോവുകയല്ല, സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനാകും എന്ന നിലയാണുള്ളത്. അതോടൊപ്പമാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു പ്രശ്നം വരുന്നത്. നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെയുള്ള ദേശീയ ജലപാത. പക്ഷെ അതും പൂർത്തിയാകില്ല എന്ന് കണക്കാക്കിയ ഒരു പദ്ധതിയാണ്. എത്രയോ കാലമായി അതിനെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുന്നു. 599 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണത്. അപ്പോൾ ആ പാത പൂർത്തീകരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നു. 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ജലപാത, അത് നമ്മുടെ കേരളത്തിൽ വരുന്ന ഏതൊരു ടൂറിസ്റ്റിനും നല്ല ഹരമുണ്ടാക്കുന്ന ഒന്നായിരിക്കും. ഒരു സംശയവും വേണ്ട. അടുത്ത വർഷം 2020 അത് പൂർത്തിയാക്കാൻ കഴിയും. അതോടെ കോവളത്ത് നിന്ന് ബോട്ടിലൂടെ സഞ്ചരിച്ച് ബേക്കൽ വരെ എത്താൻ കഴിയുന്ന നിലയുണ്ടാവും. ഇതിൻ്റെ ഭാഗമായി ടൂറിസ്റ്റുകൾ നല്ല തോതിൽ ആകർഷിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ നാം ഉദ്ദേശിക്കുന്നത് ഓരോ 25 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വേണമെന്നാണ്. അവർക്ക് ടൂറിസ്റ്റുകൾക്ക് അവിടെ ഇറങ്ങാം. അവിടുത്തെ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ളത് വാങ്ങാം, കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ അവിടെ ഒരുക്കും, അത് കഴിക്കാം, ചില കലാരൂപങ്ങൾ അവിടെ അവതരിപ്പിക്കാം, അത് കാണാം. അങ്ങനെ നല്ലതുപോലെ അവർക്ക് ഉല്ലസിക്കാനുള്ള അവസരം. എന്നാൽ മറ്റൊരു പ്രത്യേകത, നാട്ടുകാർക്ക് ചെറിയ വരുമാനം ഇതിലൂടെ ലഭിക്കും. കാരണം അവരുടെ ഉൽപ്പന്നങ്ങളാണ് അവിടെ വിൽക്കുക. അതോടൊപ്പം തന്നെ നാടൻ വിഭവങ്ങൾ ഇവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കും. അതിലൂടെയെല്ലാം നല്ലൊരു വരുമാനം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇത് നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ പാതയിലൂടെ ഇപ്പൊ റോഡിലൂടെ പോകുന്ന ഗതാഗതത്തിന്റെ ഒരു ഭാഗം മാറും. അത് ഇപ്പൊ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വലിയ ടാങ്കർ ലോറിയിൽ റോഡിലൂടെയാണ് പോകുന്നത്. അത് പലതും ഈ ദേശീയ ജലപാതയിലൂടെ കൊണ്ടുപോകാൻ കഴിയും. ഏതായാലും അടുത്ത വർഷത്തോടെ അത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ നീങ്ങുന്നത്. ഗതാഗത
കാര്യത്തിൽ ഇത്രയും ആയാൽ മാത്രം പോരാ, നമ്മുടെ റെയിൽവേ സൗകര്യം വർദ്ധിക്കണം എന്നാണ് പൊതുവെ നമ്മുടെ നാട്ടുകാർ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്കോ കണ്ണൂരേക്കോ കാസർഗോഡേക്കോ ഒക്കെ യാത്ര ചെയ്യുന്നവർ മുമ്പ് യാത്ര ചെയ്ത അതേ സമയം തന്നെയാണ് ഏറെക്കുറെ ഇപ്പോഴും വേണ്ടി വരുന്നത്. വലിയ സമയമാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പാത ഇരട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സമയം കുറച്ചു കൊണ്ടുവരാൻ പറ്റും? നേരത്തെ നമ്മൾ ആലോചിച്ചിരുന്നത് അതിവേഗ റെയിൽപാതയാണ്. അങ്ങനൊരു ഹൈസ്പീഡ് ട്രെയിൻ നമുക്ക് വേണം എന്നാലോചിച്ചിരുന്നു. അതിനുള്ള പ്രശ്നം ജനസാന്ദ്രതയുള്ള നാടായതുകൊണ്ട് പല പ്രദേശങ്ങളും ഭൂമി എടുക്കുന്നതിന് വലിയ എതിർപ്പ് ഉയർന്നു വരും. അപ്പൊ ഇപ്പോ നിശ്ചയിച്ചിരിക്കുന്നത് നമുക്കൊരു റെയിൽവേ ലൈൻ ഉണ്ടല്ലോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റെയിൽവേ ലൈൻ ഉണ്ട്. മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ. അപ്പോ അതിന് സമാന്തരമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റെയിൽ പാത ഇടുക. അങ്ങനെ വന്നാൽ ഹൈസ്പീഡ് വേണ്ട, സെമി ഹൈസ്പീഡ് മതി. ഇവിടുന്ന് കാസർഗോഡേക്ക് യാത്ര ചെയ്യുന്നയാള് ഹൈസ്പീഡ് റെയിലാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും. നമുക്കൊരു 5 മണിക്കൂർ കൊണ്ട് എത്തുന്ന ട്രെയിനാവാം. കണ്ണൂരേക്ക് ഒരു 4 മണിക്കൂർ കൊണ്ട് എത്തുന്ന ട്രെയിനാവാം. അങ്ങനെ വന്നാൽ നല്ല വേഗതയിൽ എത്തുന്ന സ്ഥിതി വരും. ഇതിപ്പോ റെയിൽവേയുമായി ചർച്ച ചെയ്തു. റെയിൽവേ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അവരുമായി ചേർന്നുകൊണ്ടാണ് ഇത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഇപ്പോ നിൽക്കുകയാണ്. ഇത്രയുമായാലും മലയാളിയുടെ എല്ലാ യാത്രയും പൂർത്തിയാവുന്നില്ല. ഇതിൽ ലക്ഷക്കണക്കിന് മലയാളികളാണ് പുറത്തുള്ളത്. ആ പുറത്തുള്ള മലയാളികൾക്ക് സാധാരണഗതിയിൽ വിമാനത്തിലാണ് യാത്ര ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള സൗകര്യവും നാം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 4ാമത്തെ വിമാനത്താവളം കണ്ണൂർ വിമാനത്താവളം ഈ കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്ത് നല്ല വിമാനത്താവളമായിട്ടാണ് ആ വിമാനത്താവളം പൂർത്തീകരിച്ചത്. അതിലും ഒരു കാര്യം ഓർക്കണം, ആ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് 1996 LDF ഗവൺമെന്റ് കാലത്താണ്. അന്നത്തെ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് സ്ഥലമെടുക്കലും തുടങ്ങി. പക്ഷേ ആശ്ചര്യകരമായി ആ പദ്ധതിയെ ഒരു കൂട്ടർ എതിർത്തു. ഇത്തരം കാര്യത്തെ ആരും എതിർക്കില്ല. പക്ഷേ കോൺഗ്രസും UDFും എതിർത്തു. മാത്രമല്ല അന്ന് ജനപ്രതിനിധികളായിരുന്ന കോൺഗ്രസ്സുകാർ അതിന് എതിർത്ത നില സ്വീകരിച്ചു. ഏതായാലും ആ പദ്ധതിയുടെ തുടക്കം കുറിക്കാൻ ആ ഗവൺമെന്റ് കഴിഞ്ഞു. പക്ഷേ എതിർപ്പിന് അതിൻ്റെതായ പ്രതിഫലനമുണ്ടായി. 2001 UDFിന്റെ സർക്കാരാണ് അധികാരത്തിൽ വന്നത്. ആ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്യാൻ തയ്യാറായില്ല. എവിടെ വരെയാണോ പണി എത്തിയത് അവിടെ നിന്നു. പിന്നീട് സ്ഥലം ഏറ്റെടുത്തില്ല. 5 വർഷം പാഴായിപ്പോയി. പിന്നീട് ജീവൻ വെക്കുന്നത് 2006 അന്നത്തെ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ വീണ്ടും പദ്ധതിക്ക് ജീവൻ വെച്ചു. സ്ഥലമെടുപ്പ് പൂർത്തിയായി. നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ 2011 വീണ്ടും UDF ഗവൺമെന്റ് വന്നു. വീണ്ടും ഒച്ചിഴയിൽ വേഗമായി. പഴയതുപോലെ പൂർണ്ണമായി നിർത്തിയില്ല, എന്നാൽ ഒച്ചിഴയിൽ വേഗത്തിലായി. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള നല്ല ഇടപെടലാണുണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്കത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എല്ലാം പൂർത്തിയായതിനു ശേഷം ഉദ്ഘാടനവും ചെയ്തു. കഴിഞ്ഞ ദിവസം ഇവിടെ സിവിൽ വ്യോമയാന വകുപ്പിന്റെ സെക്രട്ടറിയും നമ്മുടെ രാജ്യത്തെയും വിദേശത്തെയും വിമാന കമ്പനികളുടെ മേധാവികളും കൂടിയുള്ള യോഗം നടന്നു.
ആ യോഗത്തിൽ അവരെല്ലാവരും പറഞ്ഞു, ഒരു മാസം കൊണ്ട് ഇതുപോലൊരു വിമാനത്താവളത്തിൽ ഇത്രയധികം വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നത് ആദ്യത്തെ സംഭവമാണ് ഇത്. കാരണം അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതുകൊണ്ട് നിർത്താനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ശബരിമല നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. ആ ശബരിമലയിലേക്ക് കേരളത്തിന് പുറത്തു നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. രാജ്യത്തിന് പുറത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്. അവർക്കെല്ലാം, അവരിൽ പലർക്കും വിമാനയാത്രാ സൗകര്യം ലഭിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനായി ശബരിമലയിൽ ഒരു വിമാനത്താവളം ഒരുക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രാഥമികമായ പഠനവും നടന്നു കഴിഞ്ഞു. ശബരിമലയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയാണ്, ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല, എങ്കിലും പറയാൻ ഈ പറഞ്ഞു പോയത് കൊണ്ട് പറയാണ്. ശബരിമല ഇത്തവണ തീർത്ഥാടകർക്ക് ഏറ്റവും നല്ല സൗകര്യമാണ് ഉണ്ടായത്. എല്ലാ തീർത്ഥാടകരും അതിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. നല്ല രീതിയിൽ ദർശനം ലഭിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. വേറെ ചിലർക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ കാണുന്നത് ആ ശബരിമലയെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമാക്കി ഉയർത്തണമെന്ന് തന്നെയാണ്. അതിന് കൂടുതൽ വികസനം ഉറപ്പുവരുത്താനാവണം. അക്കാര്യത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നത് തിരുപ്പതിയാണ്. തിരുപ്പതിയിൽ ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട്. അവിടെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്തരം സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റാനും വളർത്താനും ഉള്ള നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങാൻ പോകുന്നത്. ഏതായാലും അതിൻ്റെ ഭാഗമായി തന്നെ ശബരിമല വിമാനത്താവളവും വരാൻ പോവുകയാണ്. ഇതോടൊപ്പം നമുക്കൊരു വിഷമമുണ്ടായത് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളം അത് സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. നാം കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞു, അത് ശരിയല്ല, സംസ്ഥാനത്തിൻ്റെ സ്ഥലമാണ് ആ വിമാനത്താവളത്തിൻ്റെ ഭാഗമായി ഉള്ളത്. രാജഭരണകാലത്ത് എടുത്ത സ്ഥലമുണ്ട്, അതിന് രാജഭരണത്തിൻ്റെ ഭാഗമായി കൊടുത്ത സ്ഥലമുണ്ട്. പിന്നീട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലമുണ്ട്. ഈ സ്ഥലം ഇത്തരത്തിൽ സ്വകാര്യ കമ്പനി ഏൽപ്പിക്കുന്നത് ശരിയല്ല. ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾക്ക് വിമാനത്താവളം നടത്തിയ അനുഭവവും പരിചയമുണ്ട്. സിയാല് എത്രയോ കാലമായി നടത്തുകയാണ്. ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളവും നടത്തുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. പക്ഷേ അവരതിന് സന്നദ്ധമായില്ല, ലേലത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ ലേല നടപടിയിൽ സംസ്ഥാന സർക്കാരും പങ്കെടുക്കുകയാണ്. സംസ്ഥാന സർക്കാർ ആ ലേല നടപടിയിൽ പങ്കെടുത്ത് അത് കൈവശപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇത്തരമൊരു ലേല നടപടിയിൽ പങ്കെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ മാറ്റി നിർത്തി മറ്റേതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസി അത് കൈവശപ്പെടുത്താൻ വലിയ മാത്സര്യ ബുദ്ധിയോടെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങൾ നല്ല മനസ്സോടെ കാണുന്നത്. ഏതായാലും അത് ഏറ്റെടുക്കാനുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ മേഖലയിലും നമ്മുടെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിലേറ്റവും പ്രധാനം റോഡ് ഗതാഗതമാണ്. ആ റോഡ് ഗതാഗതം നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കുകയാണ്. LDF സർക്കാർ എന്താണോ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അത് പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാം, 1ാം വാർഷികത്തിലും 2ാം വാർഷികത്തിലുമൊക്കെ എത്രത്തോളം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നാടിൻ്റെ മുന്നിൽ ജനസമക്ഷം LDF സർക്കാർ അവതരിപ്പിച്ചിരുന്നു. 3ാം വർഷം അത് അവതരിപ്പിക്കും, പക്ഷേ കുറച്ച് പ്രയാസം വരും. കാരണം തെരഞ്ഞെടുപ്പാകുമെന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ സാങ്കേതികമായി അപ്പോൾ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല, ചില ആഴ്ചകൾ കഴിയേണ്ടതായിട്ട് വരും. ഏതായാലും അത് 3ാം വർഷവും പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇത് പ്രകടന പത്രികയോടുള്ള മനോഭാവമാണ് കാണിക്കുന്നത്. ഇത് പറയാൻ കാരണം ചിലർ പ്രകടന പത്രികയെക്കുറിച്ചൊരു പുതിയ വ്യാഖ്യാനത്തിൽ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അവർ തെരഞ്ഞെടുപ്പിൽ
പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നീട് നടപ്പാക്കുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായി ചോദ്യങ്ങൾ കേന്ദ്ര ഭരണകക്ഷിയുടെ നേതാക്കളോട് ചോദിക്കുന്ന നില വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും നടപ്പാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അതൊക്കെ ഭാഗമാണ്, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമൊക്കെ നടപ്പാക്കാനാണോ? ഇതാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുള്ള വലതുപക്ഷ സമീപനം. അതല്ല LDFന്റെ സമീപനം. എന്താണോ പറഞ്ഞത് അത് നടപ്പാക്കും. ആ നടപ്പാക്കിയ കാര്യങ്ങൾ മുഴുവൻ വിലയിരുത്താൻ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് LDFന്റെ പ്രത്യേകത. നല്ല രീതിയിൽ ഇത്തരം പ്രവർത്തികൾ ഏറ്റെടുക്കുകയാണ്. ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനമാണ് നാം നടത്തി വന്നത്. നല്ല പ്രയാസം നമ്മുടെ പ്രളയ ദുരന്തത്തിന്റെ ഭാഗമായി ഉണ്ടായി. എന്നാൽ നമുക്കത് അതിജീവിക്കാൻ കഴിയും. നാം കൂട്ടായി തന്നെ അതിനെ അതിജീവിക്കും. എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് നവകേരളം സൃഷ്ടിക്കാനാകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ റോഡ് നിർമ്മാണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം. കരമന കളിക്കവിള ദേശീയപാതയുടെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇതുവരെ കണ്ടത്. സംസ്ഥാനത്ത് ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായതായി മുഖ്യമന്ത്രി പറഞ്ഞു. ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നുവെന്നും പറഞ്ഞു. സമയബന്ധിതമായി ഇതെല്ലാം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും 10,000 കോടി രൂപ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സെമി ഹൈസ്പീഡ് റെയിൽവേ നിർമ്മിക്കും. ഇതിനുവേണ്ടി റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ചേർന്ന് കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ശബരിമലയിൽ വിമാനത്താവളം ഒരുക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു.